ഈ ആദില നൂറ പോലത്തെ 2 ആൾക്കാർ ലെസ്ബിയൻ കപ്പിൾസ് മാത്രമല്ല ഇതിൽ വരുന്നത്. ഈ പ്ലസ്സിൽ ആൾക്കാർ ചിലപ്പോൾ ദേ ഐഡന്റിഫൈ ദെംസെൽസ് ആസ് കാറ്റ്, ആസ് ട്രീ. അപ്പോൾ ഒരു വേറൊരു ആനിമലിനെ കല്യാണം കഴിച്ചാലും വി വിൽ ഹാവ് ടു സേ യെസ്. മനസ്സിലാവുന്നുണ്ടോ? സോ അതെങ്ങനെ നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ LGBTQ+ എന്ന കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണോ? ഇതാണോ നിങ്ങളുടെയും റീസൺ? ബട്ട് യഥാർത്ഥത്തിൽ ഞാനൊരു ക്യാറ്റാണ്, ഡോഗ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റ് ആണ് ഇങ്ങനെ പറയുന്ന ആളുകൾ LGBTQ+ എന്ന കമ്മ്യൂണിറ്റിക്ക് അണ്ടറിൽ വരുന്ന ആളുകളാണോ? നോ. ഇത് LGBTQ+ എന്ന കമ്മ്യൂണിറ്റി ഫോം ചെയ്തിരിക്കുന്നത് സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡർ ഐഡന്റിറ്റിയും വെച്ചിട്ടാണ്. സെക്ഷൽ ഓറിയന്റേഷൻ എന്നാൽ റൊമാൻറ്റിക്കലി, ഇമോഷണലി, സെക്ഷുവലി നിങ്ങൾ ആരോടാണോ അട്രാക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി ജെൻഡർ ഐഡന്റിറ്റി എന്നാൽ ആരായിട്ടാണ് നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സ്വയം തോന്നുന്നത്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വന്നേക്കാം, ഈ LGBTQ+, ഈ പ്ലസിൽ വരുന്നതല്ലേ ഡോഗായിട്ടും ക്യാറ്റായിട്ടും എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ? നോ. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ആൻഡ് ക്യൂർ ഇതിലൊന്നും പെടാത്തതാണ് ഈ പ്ലസിൽ വരുന്നത്. പക്ഷെ അത് ഉറപ്പായിട്ടും ഒരു ഹ്യൂമൻ ബേസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡർ ഐഡന്റിറ്റിയും ആയിരിക്കണം. അതായത് അവർ ഹ്യൂമൻ ആയിട്ടായിരിക്കണം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, അസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ആരോടും ഒരു ജെൻഡറിനോടും അധികം ഒരു അട്രാക്ഷൻ തോന്നുകയില്ല. ഇനി ഇന്റർസെക്സ് ആയിട്ടുള്ള ആളുകൾ, ഫോർ എക്സാമ്പിൾ ഒരു XY ക്രോമസോമിൽ ജനിച്ച ഒരു ആണിന് പെണ്ണിൻ്റെതായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻ ജനറ്റിക്കലി ഉണ്ടാവുക. ഇവരെല്ലാം ഈ ഒരു പ്ലസിൽ വരുന്ന ആളുകളാണ്. പിന്നെയും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, ഈ ക്യാറ്റ് ആണ്, ഡോഗ് ആണ് എന്ന് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ LGBTQനെ റെപ്രസെന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ദിസ് ഇസ് ബിക്കോസ് അവർക്കും ഹെട്രോസെക്ഷൽ ആവാം, ഹോമോസെക്ഷൽ ആവാം, ബൈസെക്ഷൽ ആവാം, എന്തുമാവാം. ഒരു ക്യാറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെയിൽ ഒരു മെയിലിനോട് തന്നെയാണ് അട്രാക്റ്റഡ് ആവുന്നതെങ്കിൽ അവർ ഹോമോസെക്ഷൽസ് ആവുന്നു. ഈ സാഹചര്യത്തിൽ അവർ LGBTQ+ എന്ന കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ക്യാറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു മെയിൽ ഒരു ഫീമെയിലിനോടാണ് അട്രാക്റ്റഡ് ആവുന്നതെങ്കിൽ അവർ ഹെട്രോസെക്ഷൽ ആകുന്നു. ഇതുപോലെ തന്നെ ബൈസെക്ഷൽസ് ഉണ്ടാകാം, അസെക്ഷൽസ് ഉണ്ടാവാം, മറ്റു പലതും ഉണ്ടാകാം. സോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ക്യാറ്റ് ആണ്, ഡോഗ് ആണ്, അല്ലെങ്കിൽ മറ്റു ചില ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്ന ആളുകൾ അവർ LGBTQ+ കമ്മ്യൂണിറ്റിയുടെ ഭാഗം മാത്രമല്ല, നമ്മളെ പോലെ ഓപ്പോസിറ്റ് ജെൻഡറിൽ അട്രാക്റ്റഡ് ആകുന്ന ഹെട്രോസെക്ഷൽസും ആകാം എന്നാണ്.